2009 അമേരിക്കയിലെ ഒരു ഓയിൽ കമ്പനി. അവിടെ ജോലി ചെയ്യുകയായിരുന്നു റൊണാൾഡ് ബോൾ എന്ന വ്യക്തി. ഇടവേളയിൽ ദാഹം ശമിപ്പിക്കാനായി കമ്പനി സ്ഥാപിച്ചിരുന്ന പെപ്സിയുടെ വെൻഡിംഗ് മെഷീനടുത്തേക്ക് അദ്ദേഹം ചെന്നു. അവിടെ പല നിറത്തിലുള്ള ക്യാനുകൾ അദ്ദേഹം കണ്ടു. അതിലൊരു പച്ച നിറത്തിലുള്ള ക്യാനായിരുന്നു അദ്ദേഹത്തിന് ആവശ്യം, മൗണ്ടൻ ഡ്യൂ. അങ്ങനെ അത് അദ്ദേഹം പുറത്തെടുത്തു, കുടിച്ചു നോക്കി. അതിലെന്തോ ഒരു ചവർപ്പ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. മെല്ലെ ആ ക്യാനൊന്ന് അദ്ദേഹം കുലുക്കി. അതിൽ എന്തോ ഒന്നുണ്ടായിരുന്നു. ആ ക്യാൻ അദ്ദേഹം പൊട്ടിച്ചു നോക്കി. അതിൽ അദ്ദേഹം കണ്ട കാഴ്ച അദ്ദേഹത്തിൽ അറപ്പുളവാക്കി. അത് പകുതിയും അഴുകി തീർന്ന ഒരു എലിയുടെ ശവശരീരമായിരുന്നു. റൊണാൾഡ് ഉടനെ തൻ്റെ സഹപ്രവർത്തകർക്ക് ആ ഒരു കാഴ്ച കാണിച്ചു കൊടുത്തു. അത് കണ്ടവരെല്ലാം അറപ്പോടുകൂടി ഓക്കാനിക്കുകയായിരുന്നു. അവർ ആ വെൻഡിങ് മെഷീൻ സ്ഥാപിച്ച പെപ്സിയുടെ റെപ്രസെൻറ്റേറ്റീവിനെ വിളിച്ചു. കാര്യം പറഞ്ഞു. എത്രയും പെട്ടെന്ന് കമ്പനിയെ വിവരമറിയിക്കാമെന്നും ഒരു തീരുമാനമുണ്ടാക്കാമെന്നും അയാളും പറഞ്ഞു. എന്നാൽ ദിവസങ്ങളോളം കഴിഞ്ഞിട്ടും അങ്ങനൊരു തീരുമാനമുണ്ടായില്ല. അതുകൊണ്ട് തന്നെ പെപ്സിക്കോ കമ്പനിക്കെതിരെ റൊണാൾഡ് പരാതി നൽകി, $50,000 നഷ്ടപരിഹാരത്തിന്. എന്നാൽ ആ കേസിൽ റൊണാൾഡിന് നീതി ലഭിച്ചില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഏതാണ്ട് 6 മാസത്തിൽ കൂടുതൽ പഴക്കമുണ്ടായിരുന്ന ആ ഒരു പ്രോഡക്റ്റിൽ ഒരിക്കലും ഒരു എലിക്കുഞ്ഞിൻ്റെ ശവശരീരം കാണാൻ സാധിക്കില്ല എന്ന് അവർ ശാസ്ത്രീയമായി തെളിയിച്ചു. അതായത് പെപ്സിയുടെ ഒരു ഉൽപ്പന്നത്തിലും ഒരു എലിക്കുഞ്ഞിന് 6 മാസത്തിൽ കൂടുതൽ സർവൈവ് ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ ഒരു എലിക്കുഞ്ഞ് അതിൽ പറ്റിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ശവശരീരം അലിഞ്ഞില്ലാതാകുമായിരുന്നു എന്ന് അവർ ശാസ്ത്രീയമായി തന്നെ കോടതിയിൽ തെളിയിച്ചത്രേ. ചിന്തിക്കണം. പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ കുടിക്കുന്ന ഒരു പാനീയത്തെക്കുറിച്ചാണ്. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ആറ് മാസത്തിൽ കൂടുതൽ അതുപോലൊരു എലിക്കുഞ്ഞ് മൗണ്ടൻ ഡ്യൂ ക്യാനിൽ കിടന്നിരുന്നുവെങ്കിൽ അത് ഒരു ജെല്ലി രൂപത്തിലാവുമായിരുന്നു എന്നും അതൊരു എലിയാണ് എന്ന് ആരും തിരിച്ചറിയില്ലായിരുന്നു എന്നും കോടതിയിൽ വിശദീകരിക്കപ്പെട്ടു. മൗസ് ജാം എന്നാണ് എലിയുടെ ആ അവസ്ഥയെ പെപ്സിക്കോയുടെ അറ്റോർണി കോടതിയിൽ വിശദീകരിച്ചത്. അതിനുശേഷം കാലങ്ങളോളം ആ കേസ് മുന്നോട്ട് പോയിരുന്നുവെന്നും ശേഷം പുറത്തു പറയാനാവാത്ത വലിയൊരു തുകയ്ക്ക് ഔട്ട് ഓഫ് ദ കോർട്ട് സെറ്റിൽമെന്റ് ചെയ്തതായും പറയപ്പെടുന്നു. സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുന്നതിലൂടെ നമ്മെ തേടി വരുന്ന നാം അറിയാത്ത ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചും വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പേ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു രംഗത്തെ കിരീടമില്ലാത്ത രാജാക്കന്മാർ തന്നെയാണ് പെപ്സിക്കോയും കൊക്കക്കോള കമ്പനിയും. അവർക്ക് 100 പേർ മരിച്ചാലും 1000 പേർ മരിച്ചാലും വലുത് ബ്രാൻഡ് നെയിമും ലാഭവും തന്നെയാണ്. മാരിയോൺ നെസ്റ്റിൽ എന്ന പോഷകാഹാര വിദഗ്ധ സോഡ പൊളിറ്റിക്സ് എന്ന ചർച്ചയിൽ ഈ പറഞ്ഞ പ്രമുഖ കമ്പനികളെ പറ്റി ചിലത് പറഞ്ഞിട്ടുണ്ട്. സോഡ മേഖല ആദ്യം ചെയ്തത് ശാസ്ത്രത്തെ എതിർക്കുക എന്നതായിരുന്നു. അൺഹെൽത്തിയായ ഒരു ഉൽപ്പന്നം സൃഷ്ടിക്കുന്ന ഏതൊരു കമ്പനിയും ആദ്യം ചെയ്യുന്ന പ്രവൃത്തി അതുതന്നെയാണ്. അത് സാവധാനം സമൂഹത്തിലും ശാസ്ത്രത്തോട് ഒരു സംശയമുണ്ടാകാൻ കാരണമാകും. ശേഷം അതേ കമ്പനികൾ തന്നെ അവരുടേതായ ശാസ്ത്രം മെനഞ്ഞെടുക്കുകയും അത് സമൂഹത്തെ പരസ്യങ്ങളിലൂടെ വിശ്വസിപ്പിക്കുകയും ചെയ്യും. അതിനുവേണ്ടി ശാസ്ത്ര നിരീക്ഷകരെ പണം നൽകി വശത്താക്കുകയും ചെയ്യും. വളരെ പ്രസക്തമായൊരു വിഷയം തന്നെയാണ് അവർ പറഞ്ഞത്. നല്ല പല്ലുള്ള ഒരു പെൺകുട്ടി ഈ ഒരു പേസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മളത് വാങ്ങി ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ ഇന്നോ വെള്ളക്കോട്ടിട്ട ഒരാൾ, അയാൾ ഡോക്ടറാണ് എന്ന് എവിടെയും പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ അയാൾ പറയുന്ന വിഷയങ്ങളെല്ലാം ആധികാരികമായി നമ്മൾ എടുക്കുകയും പറയുന്നതെല്ലാം വിശ്വസിക്കുകയും ആ പറഞ്ഞ പ്രോഡക്റ്റ് വാങ്ങി നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതായത് നമ്മളെ കൊണ്ട് തന്നെ അവർ തീരുമാനിപ്പിക്കുന്നു എന്ത് പ്രോഡക്റ്റ് വേണം നമ്മൾ ഉപയോഗിക്കാൻ എന്ന്. കാലബ് ഡേവിഡ് ബ്രാബർ, അദ്ദേഹമാണ് പെപ്സിയുടെ ഉപജ്ഞാതാവ് എന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം ഒരു അമേരിക്കൻ ഫാർമസിസ്റ്റ് ആയിരുന്നു. 1892 കൊക്കക്കോളയുടെ വരവ് ലോകം മുഴുവൻ ആഘോഷിക്കുന്ന സമയം. കൊക്കക്കോളയിൽ പല ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് ഏവർക്കും അറിയാമായിരുന്നു. എന്നാൽ കാലബിൻ്റെ ഒരു ആഗ്രഹം അത്തരത്തിൽ യാതൊരു ചേരുവയും ഉപയോഗിക്കാതെ ജനങ്ങൾക്ക് ആരോഗ്യപരമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു പാനീയം സൃഷ്ടിക്കുക എന്നതായിരുന്നു. അങ്ങനെ ആ ഒരു ഉൽപ്പന്നം ജനിച്ചു. കൊക്കക്കോളയെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിലെ അൺഹെൽത്തിയായ ചേരുവകളെല്ലാം നീക്കി അദ്ദേഹം ഒരു പാനീയം സൃഷ്ടിച്ചു. പൂർണ്ണമായും ഒരു ഹെൽത്ത് ഡ്രിങ്ക്. അതിനെ പലരും വിളിച്ചു ബ്രാഡ്സ് ഡ്രിങ്ക് എന്ന്. ഏതാനും വർഷങ്ങൾ കൊണ്ട് തന്നെ ഈ പാനീയം അന്വേഷിച്ച് പലയിടത്തു നിന്നും ആളുകൾ വന്നു തുടങ്ങി. തൻ്റെ ഫാർമസിയിൽ അതിനായി ഒരു കൗണ്ടർ പോലും അദ്ദേഹത്തിന് തുടങ്ങേണ്ടി വന്നു. 1898 ബ്രാഡ്സ് ഡ്രിങ്ക് എന്ന ആ പാനീയം അറിയപ്പെട്ടത് പെപ്സിക്കോള എന്ന പേരിലാണ്.
പെപ്സിസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ് പെപ്സി എന്നൊരു വാക്കുണ്ടാവുന്നത്. ആ ഒരു വാക്കിൻ്റെ അർത്ഥം ദഹനം എന്നാണ്. എന്തിനേയും ദഹിപ്പിക്കാൻ സാധിക്കുന്ന ഒന്ന്. ലോകം മുഴുവൻ പെട്ടെന്ന് തന്നെ പെപ്സിയുടെ രുചി പരക്കുകയായിരുന്നു. 1903 തൻ്റെ ഫാർമസിസ്റ്റ് എന്ന ജോലി ഒഴിവാക്കിയ ശേഷം പെപ്സിക്കോള എന്ന കമ്പനി അദ്ദേഹം രജിസ്റ്റർ ചെയ്തു. 15 വർഷം കൊണ്ട് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറി പെപ്സിക്കോള. എന്നാൽ പെട്ടെന്ന് തന്നെ ആ യാത്രയ്ക്ക് മങ്ങലേറ്റു. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ തുടക്കത്തിൽ പഞ്ചസാരയ്ക്ക് വില കൂടിയതാണ് ആ ഒരു മങ്ങലിന് കാരണമായത്. കയ്യിലുണ്ടായിരുന്ന പണം കൊണ്ട് പഞ്ചസാര വാങ്ങുകയും ചെയ്തു. എന്നാൽ ദിവസങ്ങൾ കൊണ്ട് പഞ്ചസാരയുടെ വില കൂപ്പുകുത്തി. അത് ചിന്തിക്കാവുന്നതിലും വലിയ നഷ്ടമായിരുന്നു പെപ്സിക്കോള കമ്പനിക്ക് ഉണ്ടാക്കിയത്. 200ഓളം ഔട്ട്ലെറ്റുകൾ ഉണ്ടായിരുന്ന പെപ്സിക്കോള കമ്പനിയുടെ ഔട്ട്ലെറ്റുകൾ 2ആയി കുറഞ്ഞു. കാലബ് തൻ്റെ സ്വപ്നങ്ങളെല്ലാം മടക്കി വെച്ച് വീണ്ടും ഫാർമസിസ്റ്റായി ജോലി ആരംഭിച്ചു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. എന്നാൽ പെപ്സിക്കോള എന്ന കമ്പനി അവിടെ അവസാനിച്ചിട്ടില്ലായിരുന്നു. ചിലർ അത് ഏറ്റെടുത്തു. പക്ഷെ അതിനെ ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ പെപ്സിക്കോള എന്ന കമ്പനി കൊക്കക്കോളയ്ക്ക് വിൽക്കാനുള്ള ശ്രമവും നടന്നിരുന്നു. എന്നാൽ രാശിയില്ലാത്ത പെപ്സിക്കോള എന്ന കമ്പനിയെ വാങ്ങാൻ കൊക്കക്കോളയ്ക്കും താല്പര്യമില്ലായിരുന്നു. വ്യത്യസ്തമായ പരസ്യങ്ങളിലൂടെ മാത്രമേ ജനഹൃദയങ്ങളിൽ ശ്രദ്ധ നേടാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ പെപ്സിക്കോള വ്യത്യസ്തമായ പരസ്യങ്ങൾ ചെയ്തു. അങ്ങനെ റേഡിയോയിലൂടെ വന്ന ഒരു ചെറിയ ജിംഗിളിലൂടെ വീണ്ടും ജനങ്ങൾ പെപ്സിക്കോള എന്ന പേര് ശ്രദ്ധിക്കാൻ ആരംഭിച്ചു. അങ്ങനെ പെപ്സിക്കോള വീണ്ടും ജനഹൃദയങ്ങളിലേക്ക് വന്നെത്തുകയായിരുന്നു. എന്നാൽ അവിടെയും പെപ്സിക്കോളയുടെ പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ലായിരുന്നു. പെപ്സിക്കോളയിലെ കോള എന്ന വാക്ക് പെപ്സിക്കോളയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നും അത് തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്നും പറഞ്ഞ് കൊക്കക്കോള കേസ് നൽകിയിരുന്നു. അതോടുകൂടി പെപ്സിക്കോളയിലെ കോള നഷ്ടമായി. 2ാം ലോക മഹായുദ്ധം തുടങ്ങുന്ന സമയം. 1ാം ലോക മഹായുദ്ധത്തിൽ തങ്ങൾക്ക് സംഭവിച്ചതുപോലെയുള്ള വലിയൊരു നഷ്ടം ഇനി സംഭവിക്കാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായുള്ള ചർച്ചകളിലൂടെ മുന്നോട്ട് പോവുകയായിരുന്നു പെപ്സി. അന്ന് വരെ ചുവന്ന നിറത്തിലായിരുന്നു പെപ്സി എന്ന വാക്ക് ബോട്ടിലുകളിൽ പതിപ്പിച്ചിരുന്നത് എങ്കിൽ 2ാം ലോക മഹായുദ്ധത്തോടുകൂടി പെപ്സി തൻ്റെ ബ്രാൻഡ് ലോഗോ ചുവപ്പും വെള്ളയും നീലയും നിറത്തിലേക്ക് മാറ്റി. പലരും ഇന്ന് ഈ ലോഗോയെ വിശദീകരിക്കുന്നത് മുകളിലുള്ള ചുവപ്പ് നിറം അന്തരീക്ഷത്തിലെ ചൂടിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നും താഴെയുള്ള നീല സമുദ്രത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നും ഇതിന് നടുക്ക് പെപ്സി വരുന്നത് കൊണ്ട് തന്നെ ചൂടിൽ നിന്നും തണുപ്പ് തരുന്നത് എന്നൊക്കെയാണ് ഈ ലോഗോ അർത്ഥമാക്കുന്നത് എന്നൊക്കെയാണ് വിശദീകരിക്കുന്നത്. എന്നാൽ അങ്ങനെ ഒരു അർത്ഥമില്ല എന്നും പറയുന്നില്ല. 2ാം ലോക മഹായുദ്ധത്തിൽ പെപ്സി തങ്ങളുടെ ഐഡന്റിറ്റിയുടെ നിറം മാറ്റാനുള്ള കാരണം ജനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയോടുള്ള ദേശസ്നേഹം കൊണ്ടാണ് അവർ തങ്ങളുടെ ലോഗോയുടെ നിറം മാറ്റിയത് എന്ന്. അതോടൊപ്പം മറ്റൊരു ക്യാമ്പയിൻ കൂടി അവർ റൺ ചെയ്തിരുന്നു, യുവർ മെൻ അറ്റ് സർവീസ് എന്നൊരു ക്യാമ്പയിൻ. അതിലൂടെ പലയിടങ്ങളിലും അവർ റെക്കോർഡിംഗ് ബൂത്തുകൾ സ്ഥാപിച്ചു. അതിലൂടെ സൈനികർക്ക് തങ്ങളുടെ വീടുകളിലേക്ക് സന്ദേശങ്ങൾ റെക്കോർഡ് ചെയ്ത് അയക്കാനും സാധിച്ചു. ആ റെക്കോർഡിംഗ് ഡിസ്കുകളിൽ പോലും പെപ്സി തങ്ങളുടെ ബ്രാൻഡ് ഐഡന്റിറ്റി മാർക്ക് ചെയ്തിരുന്നു. ആ ഒരു ക്യാമ്പയിൻ ജനങ്ങളിലേക്ക് പെപ്സിയെ എത്തിക്കാൻ ഒരുപാട് സഹായിച്ചിരുന്നു. പരസ്യത്തിലൂടെയും വ്യത്യസ്തമായ ക്യാമ്പയിനുകളിലൂടെയും ജനഹൃദയങ്ങളിലേക്ക് ചെന്നെത്തിയ പെപ്സിക്ക് പക്ഷേ ചിലത് നഷ്ടമായിരുന്നു. എന്ത് കാരണം കൊണ്ടാണോ കൊക്കക്കോളയിൽ നിന്നും വ്യത്യസ്തനായി തൻ്റെ ഉപജ്ഞാതാവ് തന്നെ സൃഷ്ടിച്ചത്, അതേ കാരണത്തിലേക്ക്, അതേ ചേരുവകളിലേക്ക് പെപ്സിയും ചെന്നെത്തുകയായിരുന്നു. ബ്രാൻഡ് നെയിമും ലാഭവും ലക്ഷ്യമിട്ടുള്ള ആ യാത്രയിൽ പെപ്സിയും മറ്റൊരു കൊക്കക്കോളയായി മാറിയിരുന്നു. ഒരു ജനതയെ എങ്ങനെ വശീകരിക്കാമെന്നത് ഒരുപക്ഷെ കൊക്കക്കോളയേക്കാൾ മനോഹരമായി പെപ്സിക്ക് സാധിക്കുമെന്നും പെപ്സി കാണിച്ചു തന്നിരുന്നു. അവരുടെ ടാർഗറ്റ് ഓഡിയൻസിന് താല്പര്യമുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ കോടികൾ നൽകി പെപ്സി സ്വന്തമാക്കി. കാലങ്ങൾക്ക് മുന്നേ അത് സച്ചിൻ ടെണ്ടുൽക്കറും ഷാറുഖ് ഖാനും ആയിരുന്നുവെങ്കിൽ ഇന്ന് അത് യുവജനങ്ങൾക്ക് താല്പര്യമുള്ള മറ്റുള്ളവർ. പെപ്സിയുടെ ബിസിനസ് വ്യത്യസ്തമായിരുന്നു. വർഷങ്ങൾ കൊണ്ട് പെപ്സിയോടൊപ്പം സ്ഥിരമായി ഉപയോഗിക്കുന്ന ഭക്ഷണ വസ്തുക്കളെ അവർ മനസ്സിലാക്കി. അത്തരം കമ്പനികൾ അവർ വാങ്ങി. ഉദാഹരണത്തിന് ഫ്രിറ്റോലെ എന്ന കമ്പനി. പെപ്സിയോടൊപ്പം ഒരു വലിയ ശതമാനം ആളുകളും സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ഒരു സ്നാക്ക് കമ്പനിയായിരുന്നു ഫ്രിറ്റോലെ. ആ കമ്പനി അവർ സ്വന്തമാക്കി. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ലെയ്സ് എന്ന ബ്രാൻഡ്. അതുപോലെ 100 കണക്കിന് കമ്പനികൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. അതിൽ ചിലതാണ് അക്വാഫിന, ട്രോപ്പിക്കാന, ചീറ്റോസ്, മൗണ്ടൻ ഡ്യൂ, ക്വിക്ക് റോഡ്സ് എന്നിവ. 90s കിഡ്സിന് ഏറ്റവും പരിചയമുള്ള ഒരു ഗെയിമിംഗ് കമ്പനിയും പെപ്സിയുടെ സ്വന്തമാണ്, റോക്ക് സ്റ്റാർ. ഒരുപക്ഷെ ഗെയിമിങ്ങും പെപ്സിയും തമ്മിലുള്ള ബന്ധം കൊണ്ടായിരിക്കാം അവർ ആ കമ്പനിയും വാങ്ങിയത്. 1992 ഫിലിപ്പീൻസിലെ ജനങ്ങൾക്കിടയിലേക്ക് ഒരു കോൺടെസ്റ്റ് ക്യാമ്പയിനുമായി പെപ്സി വരുന്നു.
നമ്പർ ഫീവർ എന്നായിരുന്നു ആ ഒരു കോൺടെസ്റ്റിൻ്റെ പേര്. അതിൽ ജനങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: വൈകുന്നേരങ്ങളിലെ വാർത്തകൾ കാണുക. അതിൽ പറയുന്ന ഒരു നമ്പർ തങ്ങളുടെ കയ്യിലുള്ള പെപ്സി ബോട്ടിൽ ക്യാപ്പിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് ലഭിക്കുന്നത് 1,000,000 പീസോസ് ആണ്. പീസോസ് എന്നാൽ ഫിലിപ്പീൻസിലെ പണമാണ്. അങ്ങനെ ആളുകൾ പെപ്സി വാങ്ങാനും നിലത്ത് കിടന്ന അടപ്പുകൾ പെറുക്കിയെടുക്കാനും തുടങ്ങി. വലിയൊരു സ്വീകരണമായിരുന്നു ഈ ഒരു ക്യാമ്പയിന് ലഭിച്ചത്. മത്സരത്തിൽ രാജ്യത്തെ പകുതിയിൽ കൂടുതൽ ആളുകൾ പങ്കെടുത്തതായാണ് പെപ്സിയുടെ സെൻസസിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. ആ ഒരു കോൺടെസ്റ്റിൽ ലക്കി നമ്പർ ലഭിച്ച ഒരു വ്യക്തിക്ക് പെപ്സി പ്രഖ്യാപിച്ച തുക സമ്മാനമായി നൽകുകയും ചെയ്തു. ഈ ഒരു ക്യാമ്പയിൻ പെപ്സി പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പയിൻ തുടർന്നു കൊണ്ടുപോകാൻ പെപ്സി ആഗ്രഹിച്ചു. പക്ഷേ അത് കൊണ്ടുചെന്ന് എത്തിച്ചത് വലിയൊരു ദുരന്തത്തിലേക്കാണ്. അതായത് 2 ലക്കി നമ്പർ മാത്രമേ പെപ്സി തീരുമാനിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ നമ്പറുകൾ ഒഴികെ വേറെ ഏത് നമ്പർ വേണമെങ്കിലും ക്യാപ്പിൽ പഞ്ച് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം തൊഴിലാളികൾക്കുണ്ടായിരുന്നു. പിന്നീട് സംഭവിച്ചത് ഒരു കമ്പ്യൂട്ടർ ഗ്ലിച്ചാണ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് തിരഞ്ഞെടുത്ത ലക്കി നമ്പറുകളിൽ ഒരെണ്ണം 100 കണക്കിന് ക്യാപ്പുകളിൽ പഞ്ച് ചെയ്യപ്പെട്ടു. 349 അതായിരുന്നു ആ ലക്കി നമ്പർ. വാർത്തയിൽ ഈ നമ്പർ വന്നതോടുകൂടി 100 കണക്കിന് ആളുകൾ വിജയം ആഘോഷിക്കാൻ ആരംഭിച്ചു. കമ്പനിയുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഏതാണ്ട് 6 ലക്ഷത്തിൽ കൂടുതൽ ക്യാപ്പുകളിൽ ഇതേ നമ്പർ പഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാണ്. അതായത് പലരുടെയും കയ്യിൽ 1-ൽ കൂടുതൽ ക്യാപ്പുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം ക്യാപ്പുകളുമായി പെപ്സിയുടെ ഫാക്ടറിക്ക് മുമ്പിൽ തടിച്ചുകൂടി സമ്മാനം വാങ്ങാൻ. സംഭവിച്ചത് ഒരു കമ്പ്യൂട്ടർ തകരാറാണ് എന്നും അതുകൊണ്ട് തന്നെ ക്യാപ്പുമായി വന്നവർക്ക് 500 പീസോസ് വീതം നൽകാമെന്നും പറഞ്ഞിട്ടും അവർ അത് അംഗീകരിച്ചില്ല. ആ തുക വാങ്ങി തിരികെ പോവാൻ പലരും തയ്യാറായിരുന്നു. എന്നാൽ ഒരു വലിയ ശതമാനം ആളുകളും അതിന് തയ്യാറായില്ല. അങ്ങനെയാണ് ആ കലാപം ഉണ്ടാവുന്നത്. ആ കലാപത്തിൽ വലിയ അപകടങ്ങളുണ്ടായി. 5 പേർ മരണപ്പെട്ടു. പെപ്സിയുടെ ഫാക്ടറിക്ക് നേരെ ആക്രമണം ഉണ്ടായി. പെപ്സിയുടെ വാഹനങ്ങൾ കത്തിച്ചു. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷമാണ് ആ ഒരു വാർത്ത നാട്ടുകാർ അറിയുന്നത്. അതായത് ആ ഒരു അപകടത്തിന് പിന്നിൽ, ആ 5 പേരുടെ മരണത്തിന് പിന്നിൽ പെപ്സിയുടെ വാഹനങ്ങൾ കത്തിച്ചത് എല്ലാം പുറത്തു നിന്നും വന്ന ഒരു കൂട്ടം ഗൂണ്ടകളായിരുന്നു. ആ ഗൂണ്ടകൾക്ക് പിന്നിൽ പെപ്സി എന്ന $1 മില്യൺ കമ്പനിയും. പലരും നിയമപരമായി തന്നെ മുന്നോട്ട് പോയി. കുറ്റവാളികളായ 9 പെപ്സി റെപ്രസെൻറ്റേറ്റീവ്സിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ കേസിന് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. അതിന് കാരണം നിയമത്തിന് മുമ്പിൽ പെപ്സി കുടഞ്ഞിട്ട കോടികളാണ് എന്ന് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു. ബോട്ടിൽഡ് പോയ്സൺ എന്ന് വിളിക്കപ്പെടുന്ന ഈ ശീതളപാനീയം ചെകുത്താൻ്റെ രക്തമായി കാണുന്നവരുണ്ട്. അതിലും ഭീകരമെന്നേ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയവർ പറയൂ. പെപ്സി എന്ന പാനീയം വിഷമാണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിലും പോയ്സണസ് ആയ വഴികളിലൂടെയായിരുന്നു അവർ നമ്മുടെയൊക്കെ മുന്നിലൂടെ ഉയരങ്ങളിലേക്ക് കടന്നത് എന്നത് അതിലും ഭയപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇങ്ങനൊരു വീഡിയോ കണ്ടു എന്നതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നാളെ മുതൽ പെപ്സിയും കൊക്കക്കോളയും പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി നിങ്ങളുടെ ബോട്ടിൽ ഒരു എലിക്കുഞ്ഞിനെ കണ്ടാലും ഏതാനും ദിവസത്തേക്ക് അത് മാറ്റിവെക്കുമെന്നല്ലാതെ പൂർണ്ണമായും ഇതിനെ ഒഴിവാക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഊർജത്തെക്കാളും നിങ്ങളുടെ സംതൃപ്തിയേക്കാളും അവർക്ക് താല്പര്യം അവരുടെ ലാഭം മാത്രമാണ്. റൊണാൾഡ് ബോൾ കേസിൽ പെപ്സിയുടെ അറ്റോർണി കോടതിയിൽ പറഞ്ഞ ഒരു വരിയുണ്ട്. അതായത്, ഞങ്ങൾ മാത്രമല്ലല്ലോ, സിഗരറ്റ് കമ്പനികളും ഇതുതന്നെയല്ലേ ചെയ്യുന്നത് എന്ന്. ആ ഒരു വരിയുടെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ കുഞ്ഞിന് ഒരിറ്റ് കോള കൊടുക്കുന്നതിന് മുമ്പ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.